Good morning all. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലാഡർ ഫ്രിക്ഷൻ. ഓക്കെ, ഇപ്പോൾ ഞാൻ ലാഡർ ഫ്രിക്ഷനിൽ എങ്ങനെയാണ് ഫോഴ്സുകൾ വരുന്നത്, ഒരു ലാഡർ ഒരു വാളിലും അതുപോലെ തന്നെ ഒരു ഫ്ലോറിലുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെങ്ങനെയാണ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷനും അതിനകത്ത് വരുന്ന ഫോഴ്സുകൾ എന്തൊക്കെയാണ് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഡിസ്ക്രൈബ് ചെയ്തതാണ്. ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. കൺസിഡർ ലാഡർ എ ബി എന്നുള്ള ലാഡർ ഉണ്ടെന്ന് വിചാരിക്കുക. One end of the ladder, that is at point B, is touches to the wall, other end is touches to the floor. Okay, the ladder-ന് ചിലപ്പോൾ ഒരു സെൽഫ് വെയിറ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ ലാഡറിൽ ഏതെങ്കിലും ഒരു മാൻ അല്ലെങ്കിൽ ഒരു പേഴ്സൺ കയറുന്നതായിട്ടായിരിക്കും വരിക. അപ്പോൾ ലാഡർ ഹാസ് എ ടെൻഡൻസി, നിങ്ങൾ നോക്കുക, ലാഡറിന് സെൽഫ് വെയിറ്റും ഉണ്ട്, അല്ലെങ്കിൽ ലാഡറിൽ ആരെങ്കിലും കയറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ the top end of the ladder has a tendency to move in the downward direction due to the weight. So the friction, to oppose that movement, there is a frictional force acting in the upward direction, that is represented by Fw, that is friction on the wall. Okay, if a body touches on any surface, there is a normal reaction from that surface to that body. Okay, അപ്പോൾ നമ്മൾ ഇവിടെ ഇതുപോലെ തന്നെ നമ്മളുടെ ലാഡറിൻ്റെ ടോപ്പ് പോർഷൻ ഇറ്റ് ടച്ചസ് വിത്ത് ദ വാൾ. ഓക്കെ, സോ വാളിൽ നിന്ന് ഈ ലാഡറിലേക്ക് ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ടാവും, ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ RW. സിമിലർലി അറ്റ് ദ ബോട്ടം പോർഷൻ, at the bottom of the ladder has a tendency to slide in the leftward direction. അല്ലേ, ലാഡർ കയറുമ്പോൾ സ്ലിപ്പ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ബോട്ടം പോർഷൻ താഴോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് സ്ലിപ്പ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, ടു ഓപ്പോസ് ദാറ്റ് ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ആക്ടിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഈ ഒരു ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്ന കാരണമാണ് ലാഡർ ഈ കിരുവഴത്തിരിക്കുന്നത്. ശരിക്കും ഒരു ടെൻഡൻസി ഉണ്ടാവും, ലെഫ്റ്റ് സൈഡിലേക്ക് സ്ലിപ്പായി ഉള്ളൊരു ടെൻഡൻസി കാണിക്കും, പക്ഷേ ആ ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ട് അത് അതിനെ ഒപ്പോസ് ചെയ്ത് നിർത്തും. ഓക്കെ, ഓൾസോ ദ ബോട്ടം പോർഷൻ ഓഫ് ദ ലാഡർ ടച്ചസ് ദ ഫ്ലോർ, സോ ദർ ഇസ് എ നോർമൽ റിയാക്ഷൻ ഫ്രം ദ ഫ്ലോർ ടു ദ ലാഡർ, ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ R. ഓക്കെ, ഇനിയിപ്പോൾ ലാഡറിനൊക്കെ വെയിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. വെയിറ്റ് ഉണ്ടെങ്കിൽ വെയിറ്റ് എപ്പോഴും ആക്ട് ചെയ്യുക, അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്ക് വെയിറ്റ് ആക്ട് ചെയ്യുക. ആ വെയിറ്റും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുക. ദിസ് ഈസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ലാഡർ പ്രോബ്ലംസ്. ഇതാണ് നമ്മുടെ ഒരു ലാഡർ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ വരുന്ന ഫോഴ്സുകൾ. ഓൾമോസ്റ്റ് ഓൾ ദ പ്രോബ്ലംസ്, എല്ലാ ഒരു പ്രോബ്ലം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ഫോഴ്സ് സിസ്റ്റമാണ് നമുക്ക് വരിക. പിന്നെ അതിൻ്റെ ചില പാരാമീറ്റേഴ്സും ചില ഡേറ്റാസും മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ ഉണ്ടെന്ന് ഉള്ളൂ. ബാക്കിയെല്ലാം ഇത് തന്നെയാണ്. ഈ ഫോഴ്സും ഫ്രിക്ഷൻ ഫോഴ്സും നോർമൽ റിയാക്ഷനും എല്ലാ ലാഡർ പ്രോബ്ലത്തിലും സിമിലർ ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്കിനി അതിൻ്റെ പ്രോബ്ലത്തിലേക്ക് പോകാം. എന്നിട്ട് നമുക്ക് അപ്പോൾ അതിനകത്ത് വരുന്ന ഡിഫറൻസ്, ഓരോ പ്രോബ്ലത്തിലും വരുന്ന ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. നിങ്ങൾ നോക്കിയോളൂ. എ യൂണിഫോം ലാഡർ ഓഫ് ലെങ്ത് 3.25 meter and weights 250 Newton is placed against a smooth vertical wall with its lower end 1.25 meter from the wall. ഓക്കെ, നിങ്ങൾ നോക്കുക, നമുക്കൊരു ലാഡർ ഉണ്ട്. ലാഡറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 3.25, ഒരു ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 3.25. ഈ ഓഫ് വെയിറ്റ് 250 Newton, ഇതിൻ്റെ വെയിറ്റ് 250 Newton ആണ്. ഈസ് റെസ്റ്റ് അഗൈൻസ്റ്റ് എ സ്മൂത്ത് വെർട്ടിക്കൽ വാൾ. സ്മൂത്ത് വെർട്ടിക്കൽ വാളിൽ റെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ സ്മൂത്ത് സർഫസ് മീൻ അങ്ങനത്തെ ഒരു ടൈം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ മീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഫ് ദ സർഫസ് ഈസ് സ്മൂത്ത്, ഇറ്റ്സ് മീനിങ് ഈസ് ദർ ഈസ് നോ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ സർഫസ്. ഓക്കെ, ആ സർഫസിൽ ബോഡി ഇരുന്നുണ്ടെങ്കിൽ ദർ ഈസ് നോ ഫ്രിക്ഷൻ, അതിനാണ് സ്മൂത്ത് സർഫസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രിക്ഷൻ ഇല്ല. B എന്നുള്ള പോയിൻ്റാണ് വാൾ ടച്ച് ചെയ്യുന്നത്. ആ വാളിൽ ദ വാൾ ഈസ് സ്മൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദർ ഈസ് നോ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ലാഡർ ആൻഡ് ദ വാൾ. അപ്പോൾ അവിടെ നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നില്ല. ഓക്കെ, ആൻഡ് ദ ലോവർ എൻഡ് ഈസ് ടച്ചസ് ദ ഫ്ലോർ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1.25 meter ഫ്രം ദ വാൾ. പിന്നെ ഈ ബോട്ടം പോർഷൻ എ എന്നുള്ള പോയിന്റ് ഫ്ലോറിൽ ടച്ച് ചെയ്യുന്നത് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1.25 meter ഫ്രം ദ വാൾ. വാളിൽ നിന്ന് 1.25 meter മാറിയിട്ടാണ്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ഫ്ലോർ ആൻഡ് ദ ലാഡർ ഇസ് 0.3. അത് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ലാഡർ അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ലാഡർ ആൻഡ് ദ ഫ്ലോർ. ഇവിടെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ്, അതായത് ഈ FFൻ്റെ വാല്യൂ, ഇവിടെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ഞാൻ ഇവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വരുന്ന ഫോഴ്സുകൾ ഫ്രിക്ഷണൽ ഫോഴ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ. എൻ്റെ ബോട്ടം പോർഷൻ ലെഫ്റ്റ് സൈഡിലേക്കാണ് അതിൻ്റെ സ്ലിപ്പിംഗ് ടെൻഡൻസി. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യണം, അപ്പോൾ മാത്രമേ ലാഡർ ഇക്വിലിബ്രിയത്തിലിരിക്കുകയുള്ളൂ. ഓക്കെ, പിന്നെ നമുക്കൊരു നോർമൽ റിയാക്ഷൻ ഉണ്ടാവും, ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ R. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മളത് റെപ്രസെൻറ്റ് ചെയ്തു.
റെപ്രസെൻറ്റ് ചെയ്ത് നമുക്ക് ഇനി നമ്മൾ കണ്ടുപിടിക്കുന്ന ഇവിടെ ഫോഴ്സുകളൊന്നുമില്ല. വേണമെങ്കിൽ ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ടാവും, ആർ ഫ്രം ദ നോർമൽ റിയാക്ഷൻ ഫ്രം ദ വാൾ എന്നുള്ളൊരു നോർമൽ റിയാക്ഷൻ ഉണ്ടാവും, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഫോഴ്സ് സിസ്റ്റം വരിക. അപ്പം നമുക്ക് വേണ്ടത് ഫ്രിക്ഷണൽ ഫോഴ്സ് FF എന്നുള്ള ഫോഴ്സാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഇക്വിലിബ്രിയം കൺസിഡർ ദി ഇക്വിലിബ്രിയം ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ. ഓക്കെ, വെർട്ടിക്കൽ ഡയറക്ഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വെർട്ടിക്കൽ വരുന്ന ഫോഴ്സുകളായിരിക്കണം RF ഫിസിക്കൽ ടു ഏതൊക്കെ ഫോഴ്സുകൾ വെർട്ടിക്കൽ ഡയറക്ഷനിൽ വരുന്നുണ്ട്? മുകളിലേക്ക് RF ഈസ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ, വെയിറ്റ് ഈസ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. സോ അതിൻ്റെ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? RF ഫിസിക്കൽ ടു 250 എന്ന് വരും. RF is equal to no other force is acting in the vertical direction. So while resolving the forces in the vertical direction, we got RF is equal to 250 Newton. ഓക്കെ, RFൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് വേണ്ടത് RF നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് വേണ്ടത് ഫ്രിക്ഷണൽ ഫോഴ്സ് മാത്രം മതി. ഓക്കെ, അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഒറ്റ ഇതിൽ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ B എന്നുള്ള പോയിന്റിൽ ടേക്കിംഗ് ദ മൊമെൻറ്റ് അറ്റ് പോയിന്റ് ബി എന്നുള്ള പോയിന്റിൽ മൊമെൻറ്റ് എടുക്കാം. മൊമെൻറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, മൊമെൻറ്റ് ഈസ് ദ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതിനാണ് നമ്മൾ മൊമെൻറ്റ് എന്ന് പറയുക. ക്ലോക്ക്വൈസ് മൊമെൻറ്റ് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കും, ആൻറ്റി ക്ലോക്ക്വൈസ് മൊമെൻറ്റ് നെഗറ്റീവായിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ B എന്നുള്ളത് ആണ് നമ്മളുടെ മൊമെൻറ്റ് സെൻറ്റർ. ഇനി വരുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണ്? വരുന്ന ഫോഴ്സുകൾ 250 ന്യൂട്ടൺ എന്നുള്ളൊരു ഫോഴ്സ് വരുന്നുണ്ട്, RF എന്നുള്ളൊരു ഫോഴ്സ് വരുന്നുണ്ട്, FF എന്നുള്ളൊരു ഫോഴ്സ് വരുന്നുണ്ട്. ഈ 3 ഫോഴ്സുകളാണ് B എന്നുള്ള പോയിന്റിൽ മൊമെൻറ്റ് എടുക്കുമ്പോൾ നമുക്ക് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ട് വരുന്ന ഫോഴ്സുകൾ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫോഴ്സ് നമ്മൾ നോക്കാം. B എന്നുള്ള പോയിന്റ് വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഡ്യൂ ടു ദിസ് 250 ന്യൂട്ടൺ ദിസ് ഈസ് റൊട്ടേറ്റഡ് ഇൻ ദ, ഇപ്പോൾ നമ്മളൊരു ഇത് റോഡായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ഡ്യൂ ടു ദിസ് 250 ന്യൂട്ടൺ ഇറ്റ് ഈസ് റൊട്ടേറ്റഡ് ഇൻ ദ ആൻറ്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ. സോ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ആൻറ്റി ക്ലോക്ക്വൈസ് മൊമെൻറ്റ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊമെൻറ്റ് ആൻറ്റി ക്ലോക്ക്വൈസ് ആയിരിക്കും. സോ ആൻറ്റി ക്ലോക്ക്വൈസ് മൊമെൻറ്റ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. അത് നെഗറ്റീവായിട്ട് എടുക്കുക. പിന്നെയോ RF എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. സോ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് അറ്റ് പോയിന്റ് B RF വിൽ പ്രൊഡ്യൂസ് എ ക്ലോക്ക്വൈസ് മൊമെൻറ്റ്. അതൊരു ക്ലോക്ക്വൈസ് മൊമെൻ്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ വരുന്നത് FF. നിങ്ങൾ നോക്കിയാൽ മതി. FF എങ്ങനെയൊക്കെ ആക്ട് ചെയ്യുക? FF ഈസ് ആക്ട് ഇൻ ദ ലെഫ്റ്റ് വേ ഡയറക്ഷൻ. സോ FF ഈസ് ഓൾസോ പ്രൊഡ്യൂസിങ് എ ആൻറ്റി ക്ലോക്ക്വൈസ് മൊമെൻറ്റ്. സോ FF പ്രൊഡ്യൂസ് ചെയ്യുക ആൻറ്റി ക്ലോക്ക്വൈസ് മൊമെൻ്റ് ആണ്. ഇനി നമ്മൾ മൊമെൻറ്റ് എടുത്തു, ടേക്കിംഗ് മൊമെൻറ്റ് അബൌട്ട് ഫോർ എ ബോഡീസ് ഇൻ ഇക്വിലിബ്രിയം the moment about any point should be equal to 0. മൊമെൻറ്റ് 0 ആണ്. ഏതൊരു പോയിന്റിൽ മൊമെൻറ്റ് എടുത്താലും ആ മൊമെൻറ്റിൻ്റെ വാല്യൂ നമുക്ക് 0 ആയിട്ടാണ് വരിക. സോ ഞാൻ B എന്നുള്ള പോയിന്റിലെ മൊമെൻറ്റ് എന്ത് ചെയ്യണം? 0 ആയിട്ട് ഞാൻ ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഈ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ ഫോഴ്സുകൾ ഞാൻ പറഞ്ഞു. ഫസ്റ്റ് ഫോഴ്സ് വരുന്നത് 250 ന്യൂട്ടൺ. ഞാൻ എഴുതാം. മൊമെൻറ്റ് അറ്റ് പോയിന്റ് B ഈസ് ഈക്വൽ ടു 0 എടുക്കുമ്പോൾ minus 250 since because 250 is produce an anti-clockwise moment. So 250 ഞാൻ എഴുതി. ഓക്കെ, ആൻറ്റി ക്ലോക്ക്വൈസ് ആണ് നെഗറ്റീവ് ആയിട്ട് എഴുതി. ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ഫോഴ്സ് ടു ദ മൊമെൻറ്റ് സെൻറ്റർ. മൊമെൻറ്റ് സെൻറ്ററിൽ നിന്ന് ഈ ഒരു പോയിന്റിൽ വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അതാണ് നമുക്ക് വേണ്ടത്, അല്ല ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഇതാണ് മൊമെൻറ്റ് സെൻറ്റർ. മൊമെൻറ്റ് സെൻറ്ററിൽ നിന്ന് ആ ഫോഴ്സിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അതാണ് ഫോഴ്സ് ഇൻറ്റു 250 കിട്ടി. ഫോഴ്സിൽ നിന്ന് മൊമെൻറ്റ് സെൻറ്ററിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അതാണ് നമുക്ക് വേണ്ടത്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സിമ്പിളാണ്. ഇതറിയാലോ, ഇറ്റ് ഈസ് അറ്റ് ദ മിഡ് പോയിന്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെങ്ത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഈ ഒരു ലെങ്ത് വേണമെങ്കിൽ ഈ ഒരു ലെങ്ത് പറയുന്നത് നമുക്ക് ഈ ആംഗിൾ വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ആംഗിൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ദിസ് ഈസ് 3.25. So this is 1.25. So this can be easily calculated. This is easily calculated. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BC is equal to root of 3.25 square minus 1.25. So this is 3 meter. അപ്പോൾ നമുക്ക് ഒന്നിൽ നമുക്ക് ഇവിടെ നിന്ന് ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഇതിന് നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, കാരണം ഇത് നേരെ ഇറ്റ് ഈസ് അറ്റ് ദ സെൻറ്റർ. സോ നമ്മൾ നേരെ വരുമ്പോൾ ഇതിൻ്റെ 1.25ൻ്റെ പകുതി ആയിരിക്കും ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഡയറക്റ്റിലേക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് L cos തീറ്റ എന്നുള്ള ആ ഇക്വേഷൻ വെച്ചിട്ട് തീറ്റ അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാം. നമുക്ക് അടുത്ത പ്രോബ്ലത്തിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ്ലി അറ്റ് ദ സെൻറ്റർ ആയതുകൊണ്ട് എന്തായാലും ഇതിൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കും ഇത് വരിക. ഓക്കെ, സോ 0.625. സോ എന്ത് വരും? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.25/2. സോ 0.625. ഓക്കെ, ഫസ്റ്റ് മൊമെൻ്റ് ആയി 250 ന്യൂട്ടണുള്ള മൊമെൻ്റ് ആയി. ദാറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക്വൈസ് മൊമെൻറ്റ്. ഇനി അടുത്ത് വരുന്ന ഫോഴ്സ് ഏതാ? RF വിൽ പ്രൊഡ്യൂസ് ക്ലോക്ക്വൈസ് മൊമെൻറ്റ് പ്ലസ് RFിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടി 250. ഞാനതിപ്പോൾ എഴുതുന്നില്ല, നിങ്ങൾ നോക്കിയാൽ മതി. RF ഇൻറ്റു അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്ര വരിക? മൊമെൻറ്റ് സെൻറ്ററിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് RF നിങ്ങൾ നേരെ പ്ലോട്ട് ചെയ്യുക. അവിടേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറയുന്നത് 1.25. ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ക്ലോക്ക് വൈസ് മൊമെൻറ്റ്.
ഇറ്റ് വിൽ പ്രൊഡ്യൂസ് പോസിറ്റീവായിട്ട് എഴുതി. ഇനി വരുന്നത് എഫ് എഫ് ആണ് ആൻറ്റി ക്ലോക്ക്വൈസ് മൊമെൻറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ എഫ് ഇൻറ്റു അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്ര വരിക? എഫ് എന്ന് പറയുന്നത് ഇതാണ് ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ നിന്ന് മൊമെൻറ്റ് സെൻറ്ററിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് എത്ര വരിക? ദാറ്റ് ഈസ് 3. ഇത് നമുക്ക് 3 കിട്ടി. പി സി എന്നുള്ളത് നമുക്ക് 3 ഓൾറെഡി കിട്ടി. സോ ദാറ്റ് ഈസ് 3. സോ നമുക്ക് എന്താണ്, നമുക്കിപ്പോൾ ആർ എഫിൻ്റെ വാല്യൂ അറിയാം. നമുക്ക് ആകെ അൺനോൺ ആയിട്ടുള്ളത് എഫ് മാത്രമേ ഉള്ളൂ. സോ വി ക്യാൻ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് എഫ് is equal to 52.1 Newton. This is the frictional force acting at the acting on the ladder to avoid slipping avoid ചെയ്യാനായിട്ട് അവിടെയുള്ള ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് 52.5 ആണ് അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഷോ ദാറ്റ് ദ ലാഡർ വിൽ റിമെയിൻ ഇൻ ഇക്വിലിബ്രിയം ഇൻ ദിസ് പൊസിഷൻ. ഓക്കെ, അപ്പോൾ ലാഡർ ഈ ഒരു പൊസിഷനിൽ നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്ക് കിട്ടി. ഫ്രിക്ഷണൽ ഫോഴ്സ് 52.1 ആണെന്ന് കിട്ടി. ഓക്കെ, അതായത് ഈ ഒരു കണ്ടീഷനിൽ ഈ ഒരു പൊസിഷനിൽ ലാഡർ ഇക്വിലിബ്രിയത്തിലിരിക്കണമെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ലാഡറിൻ്റെ വെയിറ്റ് കൊണ്ടുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്ക് 52.1 ന്യൂട്ടൺ എന്നുള്ളത് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ആക്ട് ചെയ്യുന്ന ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം വാല്യൂ ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മളുടെ ഇപ്പോൾ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ബോഡിയിൽ ഒരു പർട്ടിക്കുലർ ലിമിറ്റ് കഴിയുമ്പോഴാണ് നമ്മളുടെ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ അപ്ലൈഡ് വാല്യൂ. അപ്പോൾ നമ്മൾ പുഷ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ലിമിറ്റ് കഴിയുമ്പോൾ, അതായത് ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ വാല്യൂ മാക്സിമം എത്തും, അതായത് ലിമിറ്റിംഗ് വാല്യൂ എത്തും. അപ്പോഴുള്ള ഫ്രിക്ഷൻ നമ്മൾ എന്താ പറയുക? ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ആർ. ഇതാണ് ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ഫ്രിക്ഷൻ്റെ ഇത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ഫ്രിക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ഫ്രിക്ഷൻ? ലിമിറ്റിംഗ് വാല്യൂ ഇവിടെ നോർമൽ റിയാക്ഷൻ ആർ എഫ് ആണ്. സോ മ്യൂ ഇൻറ്റു ആർ എഫ് നിങ്ങൾക്കറിയാം 250. മ്യൂയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 3.3. സോ ദാറ്റ് ഈസ് 75 ന്യൂട്ടൺ. ഇവിടെ വരുന്ന ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് 75 ന്യൂട്ടൺ ആണ്. പക്ഷേ ജനറേറ്റ് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് 52 ന്യൂട്ടൺ. സോ ദാറ്റ് ഈസ് വിത്തിൻ ദ ലിമിറ്റിംഗ് വാല്യൂ. അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് അവിടെ ഉള്ള ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സിനെക്കാളും കുറവാണ്. സോ എന്താണ്, ആ ബോഡി ഇക്വിലിബ്രിയത്തിലിരിക്കും. ഫ്രിക്ഷണൽ ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ലിമിറ്റിംഗ് വാല്യൂക്കാളും കൂടുതലാവുമ്പോൾ മാത്രമാണ് അത് സ്ലിപ്പ് ചെയ്ത് പോകുള്ളൂ. ഇപ്പോൾ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലിമിറ്റിംഗ് വാല്യൂവിനേക്കാളും കുറവായ കാരണം ദ ലാഡർ വിൽ മെയിൻറ്റെയിൻ ഇറ്റ്സ് ഇക്വിലിബ്രിയം. അങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക. സിമ്പിൾ പ്രോബ്ലമാണ്, അതിനകത്ത് വരാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രോബ്ലം. ഇനി ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോബ്ലംസ് മാത്രം ഞാൻ അടുത്ത് ചെയ്യാം. ഇനി നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഇത് KTU യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. 2019 യൂണിവേഴ്സിറ്റി KTU എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. എ ലാഡർ 3 meter long weighs 180 Newton is placed against a wall with A at the floor level and B on the wall. The ladder is inclined 60 degree with the floor. Ladder inclination 60 degree ആണ്, with the floor 60 degree. The coefficient of friction between the wall and the ladder is 0.25. Okay, അപ്പോൾ വാളും ലാഡറും തമ്മിലുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ, ഇവിടെ വാളും ലാഡറും തമ്മിലുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ 0.25 ആണ്. അതുപോലെ തന്നെ ഫ്ലോറും ലാഡറും തമ്മിലുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ, ഇവിടുത്തെ ആക്ട് ചെയ്യുന്ന കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് 0.35 ആണ്. ഓക്കെ, ഇൻ അഡീഷൻ ടു ദ സെൽഫ് വെയ്റ്റ് ഓഫ് ദ ലാഡർ ഇറ്റ് ഹാസ് ടു സപ്പോർട്ട് എ മാൻ വെയ്റ്റ് 900 Newton. അതിൻ്റെ കൂട്ടത്തിൽ ലാഡറിൻ്റെ വെയിറ്റ് 180 Newton ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ടൊരു അതിനകത്തൊരു മാനും കൂടി, ആ ലാഡറിൽ ഒരു മാൻ കൂടി അതിനകത്ത് കയറി നിൽപ്പുണ്ട്. അയാളുടെ വെയിറ്റ് എന്ന് പറയുന്നത് 900 Newton ആണ്. അയാളുടെ പൊസിഷൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് അറ്റ് ദ ടോപ്പ് ഓഫ് ബി. ഈ ബി എന്നുള്ള പോയിൻ്റ് ടോപ്പിലാണ് ആ ഒരു ആളുടെ ലൊക്കേഷൻ, അല്ലെങ്കിൽ ആളുടെ പൊസിഷൻ എന്ന് പറയുന്നത് ബി എന്നുള്ള പോയിൻ്റാണ്. ടു പ്രിവെൻറ്റ് സ്ലിപ്പിംഗ് a force is applied horizontally at the level of on the floor. അപ്പോൾ ഇത് ലാഡർ സ്ലിപ്പ് ഇരിക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു അഡീഷണൽ ആയിട്ടൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. പി എന്നുള്ള അറ്റ് ദ ഫ്ലോർ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഫൈൻഡ് ദ മിനിമം ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇൻ ദിസ് കണ്ടീഷൻ. എത്ര മിനിമം ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ ലാഡർ ഇക്വിലിബ്രിയത്തിലിരിക്കും, അതാണ്
നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റ വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം 180 Newton the weight of the ladder that marked here. Also the weight of the man is 900. His position is at point B. Okay. Therefore, and also there is a normal reaction from the wall to the ladder, that is R wall എന്ന് പറഞ്ഞ normal reaction RW എന്ന് എടുത്തുള്ളൂ വെച്ചോളൂ. ഇവിടെ എന്താണ്, ഇത് ladder has a tendency to move in the downward direction, so frictional force is acting in the upward direction. So frictional force എന്ത് വരും, mu RF അല്ലേ, mu R എന്നുള്ളതാണ് അതിൻ്റെ frictional force വരിക. ഇവിടുത്തെ friction എന്ന് പറയുന്നത് 0.25 ആണ്. So 0.25 into RW, this is the frictional force acting here. And here നമ്മളൊരു പുഷിംഗ് ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ പുഷിംഗ് ഫോഴ്സ് എത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ദ ladder has a tendency to slip in the leftward direction. So frictional force is also acting in the rightward direction. frictional force കൂടാതെ നമ്മൾ കൊടുക്കുന്ന അഡീഷണൽ ഫോഴ്സാണ് P എന്ന് പറയുന്നത്. നമുക്ക് ആ വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന frictional force എന്ന് പറയുന്നത്, ഇവിടെ ആക്ട് ചെയ്യുന്ന കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് 0.35 ആണ്. സോ ഇവിടെ ഒരു നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യും. നോർമൽ റിയാക്ഷൻ ഫ്രം ദ ഫ്ലോർ ടു ദ ladder, that is RF. So frictional force is equal to 0.35 of RF. mu into RF എന്നുള്ള mu into R എന്നുള്ളത് വെച്ചിട്ട് 0.35 of RF. ഓക്കെ, RF ഇതാണ് ഇവിടെ വരുന്ന ഫോഴ്സുകൾ. ഞാൻ പറഞ്ഞത് കൂട്ട് തന്നെ നമ്മൾ ലാഡർ പ്രോബ്ലത്തിൽ നമ്മൾ ജനറലായിട്ട് പറഞ്ഞ ഫോഴ്സുകൾ മാത്രമേ ഉള്ളൂ. അഡീഷണൽ ആയിട്ട് ഒരു ഫോഴ്സ് പോലും ഇതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അഡീഷണൽ ആയിട്ട് വരുന്നത് ആ മാൻ്റെ വെയിറ്റ് ആണ്. ഹിസ് പൊസിഷൻ ഈസ് അറ്റ് point B. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ അതിൻ്റെ ആൻസറായിട്ട് കാണിച്ചിരിക്കുന്നത്. ലാഡറിൻ്റെ ലെങ്ത്ത് അവർ തന്നിട്ടുണ്ട്, 3 മീറ്റർ എന്നുള്ള ലെങ്ത്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ CG 1.5 അതിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുക. പിന്നെ ആ മാൻ്റെ വെയിറ്റ് 900 Newton. നോർമൽ റിയാക്ഷൻ ഹിയർ ആൻഡ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് 0.25 of RW. In the bottom portion also the normal reaction RF here. Frictional force is 0.35 of coefficient of friction into RF, and also there is an additional pushing force of P here. ഓക്കെ, ഇതാണ് എൻ്റെ കണ്ടീഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ റിസോൾവ് ചെയ്താൽ മതി. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് നെറ്റ് ഫോഴ്സ് ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു 0, നെറ്റ് ഫോഴ്സ് ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ചെയ്യുന്നത് വെർട്ടിക്കൽ ഡയറക്ഷനിലെ ഫോഴ്സുകളുടെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. സിൻസ് ദ ലാഡർ ഇസ് ഇൻ ഇക്വിലിബ്രിയം. ഇപ്പോൾ വെർട്ടിക്കൽ ഡയറക്ഷനിൽ വരുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണ്, 180 Newton, 900 Newton, 0.25 RW, RF. ഇതാണ് വരിക. സോ RF പ്ലസ് 0.25 RW ഈസ് ഈക്വൽ ടു 1080 എന്ന് വരും. 1080 അതാണ് എഴുതിയിരിക്കുന്നത്. RF പ്ലസ് 0.25 RW. ഇത് നോക്കിയുള്ളൂ, RF അപ്വേർഡാണ്, 0.25 RW അപ്വേർഡാണ്, 180 900 ഡൗൺവേർഡാണ്. സോ അത് നെഗറ്റീവായിട്ട് എടുക്കുക. സോ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ RF പ്ലസ് 0.25 RW ഈസ് ഈക്വൽ ടു 1080 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത് റിസോൾവ് ദ ഫോഴ്സസ് ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യുക. ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഫോഴ്സുകൾ റൈറ്റ് വേർഡ് എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക, ലെഫ്റ്റ് വേർഡ് നെഗറ്റീവായിട്ട് എടുക്കുക. റൈറ്റ് വേർഡ് വരുന്നത് 0.35 RF, അത് നമ്മൾ എഴുതി 0.35 RF പോസിറ്റീവ്. P, that is pushing force, that is also positive. Next force in the horizontal direction is RW, minus RW is equal to 0. So from this equation we can write P is equal to RW minus 0.35 RF എന്ന് വരും. ഇക്വേഷൻ നമ്പർ 2 ആയി. ഓക്കെ, ഇനി നമുക്ക് രണ്ട് ഇക്വേഷനും നമുക്ക് കിട്ടി. പക്ഷേ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് പിയും ബാക്കിയുള്ള വാല്യൂസ് നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റില്ല. സോ നെക്സ്റ്റ് യു ഹാവ് ടു ടേക്ക് ദ മൊമെൻറ്റ് അബൌട്ട് എനി പോയിന്റ്. നമ്മൾ മൊമെൻറ്റ് എടുക്കുമ്പോൾ എവിടെയാണോ ഏറ്റവും കൂടുതൽ ഫോഴ്സ് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ നമുക്കറിയാമല്ലോ. മൊമെൻറ്റ് സെൻറ്ററിൽ നിങ്ങൾ ഏത് പോയിന്റിലാണ് മൊമെൻറ്റ് എടുക്കുന്നത് ആ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഫോഴ്സുകളുടെ ഒന്നും മൊമെൻറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പെർഫെക്റ്റ് ഡിസ്റ്റൻസ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഉള്ള പോയിന്റ് ഏതാണോ ആ പോയിന്റിൽ നോക്കിയിട്ട് നമുക്ക് മൊമെൻറ്റ് എടുക്കാൻ നോക്കാം. ഇവിടെ ഒന്നില്ലെങ്കിൽ എയിൽ എടുക്കാം, പിയിൽ എടുക്കാം. രണ്ട് സ്ഥലത്തും നമുക്ക് കിട്ടുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 900 Newton ആണ്. അപ്പോൾ നമുക്ക് പിയും നമുക്കിവിടെ ഈ കൂടുതൽ അൺനോൺ വരുന്നത് നമുക്ക് ഇവിടെ പിയും അറിയില്ല, പിയും അറിയില്ല, RF അറിയില്ല. ഇവിടെ നമുക്ക് 2 അൺനോൺ ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് RW എന്നുള്ള ഒരു അൺനോൺ മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ഇത് പി എന്നുള്ള ഫോഴ്സിൽ വേണ്ടിയിട്ട് വേണ്ടി ഞാൻ എന്ത് ചെയ്യാം, ഞാൻ എ എന്നുള്ള പോയിന്റിൽ മൊമെൻറ്റ് എടുത്തു. സോ ടേക്കിംഗ് ദ മൊമെൻറ്റ് അബൌട്ട് പോയിന്റ് എ എന്നുള്ള പോയിന്റ് മൊമെൻറ്റ് ഏത് പോയിന്റിലും എടുക്കാം. ഈ നമ്മളുടെ പ്രോബ്ലം കുറച്ചുകൂടി സിമ്പിളാക്കാൻ വേണ്ടിയാണ് ഞാൻ എ എന്നുള്ള പോയിന്റിൽ മൊമെൻറ്റ് എടുത്തത്. എ എന്നുള്ള പോയിന്റിൽ മൊമെൻറ്റ് എടുക്കുമ്പോൾ നമുക്ക് വരുന്ന ഫോഴ്സുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 180 Newton ഇറ്റ് ഈസ് ആക്ടിങ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. സോ എ എന്നുള്ള പോയിന്റിൽ നോക്കുമ്പോൾ ദിസ് 180 Newton വിൽ പ്രൊഡ്യൂസ് ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. ഇതൊരു ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. ഇറ്റ്സ് വാല്യൂ ഈസ് 180 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്ര വരിക, ഇതാണ് അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറയുന്നത്. ഈ ആംഗിൾ 60 ഡിഗ്രി തന്നിട്ടുണ്ട്. സോ ഈ വാല്യൂ എത്ര വരും, നിങ്ങൾക്കറിയാമല്ലോ, L cos 60 അതാണ് വരിക. അപ്പോൾ ഇത് 1.5 ഇൻറ്റു നിങ്ങൾക്കറിയാം, നിങ്ങൾ സാധാ ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ്. 1.5 ഇൻറ്റു cos 60 ഇതാണ് അതിൻ്റെ വാല്യൂ വരിക.
ഓക്കെ. cos 60 അതാണ് കാണിച്ചിരിക്കുന്നത്. 180 ഇൻറ്റു 1.5 cos 60. 1.5 cos 60. അടുത്തത് 900 ന്യൂട്ടൺ. 900 ന്യൂട്ടൺ വരുമ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എത്ര വരും? ഇതാണ് നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറയുന്നത്. 900 ഇൻറ്റു 3 ഇൻറ്റു cos 60. 3 ഇൻറ്റു cos 60. ഓക്കെ. അടുത്ത ഫോഴ്സ് വരുന്നത് RW. RW എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ട പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മൊമെന്റ് സെൻറ്റർ എ ആണ്. മൊമെന്റ് സെൻറ്ററിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറയുന്നത് അതാണ് അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. സോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് വരും. സോ എന്ത് വരും? നമുക്ക് എന്തെടുക്കാം? 3 sin 60 അല്ലേ? 3 RW നമ്മൾ എടുക്കുന്നത് RW ആണ്. RW എടുക്കുമ്പോൾ 3 sin 60 ദിസ് വിൽ പ്രൊഡ്യൂസ് ആൻറ്റി ക്ലോക്ക്വൈസ് മൊമെൻറ്റ്. സോ 3 sin 60. ഓക്കെ. അടുത്ത് വരുന്ന RW ഇൻറ്റു അത് ആൻറ്റി ക്ലോക്ക്വൈസ് മൊമെൻ്റ് ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ. അടുത്ത് വരുന്ന ഫോഴ്സ് 0.25 RW. So that it is acting in the upward direction, so it will produce also anti-clockwise moment. While considering the point A വെച്ച് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 0.25 RW നമ്മൾ എന്താ പ്രൊഡ്യൂസ് ആൻറ്റി ക്ലോക്ക്വൈസ് മൊമെൻറ്റിലേക്കും പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എങ്ങനെ വരിക? ഇതാണ് ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. സോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് ദിസ് വൺ ഈസ് 3 cos 60. ദാറ്റ് ഈസ് 0.25 RW 3 cos 60. നമ്മൾ സോൾവ് ചെയ്യുക. നമുക്ക് cos 60 sin 60 ഒക്കെ നമുക്കറിയാം. സോ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് RW മാത്രമാണ് ആയിട്ടുള്ളത്. സോ യു ക്യാൻ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് RW നമുക്ക് കിട്ടും. ഓക്കെ. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇക്വേഷൻ 1 2 ഉണ്ട്. ഇക്വേഷൻ നമ്പർ 1 നമ്മൾ RW സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ യു ഗോട്ട് ദ വാല്യൂ ഓഫ് RF. എന്ത് കിട്ടും? നമുക്ക് RFൻ്റെ വാല്യൂ കിട്ടും. സോ യു ഗോട്ട് ദ വാല്യൂ ഓഫ് RF ഹിയർ. ഓക്കെ. RF കിട്ടി. ഇൻ ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. RF അറിയാം, RW അറിയാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് വാല്യൂസ് ഇൻ ഇക്വേഷൻ നമ്പർ 1. യു ഗോട്ട് ദ വാല്യൂ ഓഫ് P. സോ ദിസ് ഈസ് ദ മിനിമം ഫോഴ്സ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ ലാഡർ ഇൻ ഇക്വിലിബ്രിയം. ഓക്കെ. അപ്പോൾ ഈ പ്രോബ്ലംസ് നമ്മൾ നോക്കുക. ബാക്കിയുള്ള പ്രോബ്ലംസ് എല്ലാം ആൾമോസ്റ്റ് സിമിലർ ആണ്. ഇനി ഒരു 2 പ്രോബ്ലം കൂടി ഉണ്ട്. ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ. താങ്ക് യു.